അപ്പോൾ ബി ഗെയിമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും നമസ്കാരമുണ്ട്. അപ്പോൾ കുറച്ച് ദിവസമായി നമ്മൾ ലോങ് വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട്, അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ ടീം മാരിയോ തന്നെ പുതിയതായിട്ട് ലോഞ്ച് ചെയ്ത നമ്മുടെ ഒരു ട്രക്ക് സിമുലേറ്റർ ഇന്തോനേഷ്യ എന്ന് പറഞ്ഞൊരു ഗെയിമുമായിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ ഈ ജസ്റ്റ് ഒരു എൻ്റെ ഒരു ഗെയിമിംഗ് എക്സ്പീരിയൻസും ഇതിൻ്റെ ഒരു ഗെയിം റിവ്യൂ ആണ് ഇന്നത്തെ പരിപാടിയും കാര്യങ്ങളൊക്കെ. നമുക്ക് ഒരു 5 ഡ്രൈവേഴ്സാണ് നമുക്ക് ഇതിനകത്ത് അവൈലബിൾ ആയിട്ടുള്ളത്. നമ്മുടെ ബസ് സൈഡിൻ്റെ അകത്ത് നമുക്ക് 4 ഡ്രൈവേഴ്സ് അങ്ങോട്ടുള്ളതെന്ന് തോന്നുന്നു. ഇത് 5 ഡ്രൈവേഴ്സ് അങ്ങോട്ടുണ്ട്. പക്ഷേ എന്തൊരു കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ബസ്സിൽ പോലെ ഇതിനകത്ത് എല്ലാ മാപ്പൊന്നും ഫ്രീ ഡൗൺലോഡ് ചെയ്ത് കളിക്കാൻ പറ്റില്ല. നമുക്കിതിനകത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതേപോലെ നമുക്ക് ഓരോ ലെവല് കളിച്ച RP ആക്കിയിട്ട് ഓരോന്ന് നമുക്ക് അൺലോക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കിയെല്ലാം ഏകദേശം FPS-ഉം നമ്മുടെ ഷാഡോസും ഡിസ്റ്റൻസും എല്ലാം നമ്മുടെ ബസ്സിലുള്ള പോലെ തന്നെയാണ്. നമ്മുടെ ഈ ബസ്സിന് പോലെ ട്രക്കും, പിന്നെ നമ്മൾ ബസ്സിൽ നമുക്ക് ഫ്രണ്ടിൽ നമുക്ക് ആ ഒരു ഗ്ലോയിങ് ലൈറ്റ് വർക്കും കാര്യങ്ങളൊക്കെ കിട്ടുന്നതിന് പകരം ഒരു ബ്ലിങ്കിങ് ഐസും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. നമ്മുടെ വണ്ടിയുടെ മുകളിലത്തെ ബോഡിയും കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് വരുന്നത്. ചെറിയ മോഡിഫിക്കേഷൻസൊക്കെ നമുക്ക് ഇതിൽ ചെയ്യാൻ പറ്റുള്ളൂ. അതായത് നമ്മുടെ ബസ്സിൽ ചെയ്യുന്ന പോലെ വലിയ കാര്യമായിട്ടുള്ള മോഡിഫിക്കേഷൻ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഈ വണ്ടികളുടെ ഒരു മോഡിഫിക്കേഷനെ കുറിച്ചൊക്കെ എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഗെയിമിലോട്ടൊന്ന് നോക്കുവാണെങ്കിൽ, അതിലിപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ബൈ ചെയ്ത് ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ മുകളിലത്തെ ഒരു സ്പോയിലറിൻ്റെ ലുക്കും കാര്യങ്ങളൊക്കെ വരുന്നത്. ഫ്രണ്ട് ഗ്രില്ല് അത് 2 ടൈപ്പ് വരുന്നുള്ളൂ. അതിപ്പോൾ നമുക്ക് ഈ ഒരു വണ്ടി മാത്രമേ അൺലോക്ക് ആയിട്ട് കിട്ടുള്ളൂ. അതുകൊണ്ട് ബാക്കി വണ്ടികൾ എടുക്കുമ്പോൾ വലിയ ട്രക്കുകൾ കിട്ടുമ്പോൾ മാറുമോ എന്ന് എനിക്ക് അറിയത്തില്ല. അതെന്താണെന്ന് കണ്ടത് നമുക്ക് ജസ്റ്റ് ഒരു ഗെയിം പ്ലേ പോയി നോക്കാം. അപ്പോൾ നമുക്ക് ഇതിനകത്ത് മെയിനായിട്ട് നമുക്ക് ടൂർ മോഡിൽ കിട്ടുന്നവരെ ക്യാരിയർ മോഡും ഫ്രീ മോഡ് മാത്രമേ ഉള്ളൂ. മൾട്ടിപ്ലെയർ മോഡും ടൂർ മോഡും ഇല്ല. അപ്പോൾ ഇതിൽ നമുക്ക് ഏതെങ്കിലും ടൂർ മോഡിൽ കിട്ടുന്ന പോലെ ഒരു ഡെസ്റ്റിനേഷന് വരെ ഓരോ ടൈപ്പ് കാർഗോസാണ്. അപ്പോൾ അതെല്ലാം ഒന്നും കിട്ടില്ല, കാരണം അതിന് മാപ്സൊക്കെ ഡൗൺലോഡായിട്ട് വേണം. ഇപ്പം നമുക്കൊരു ചെറിയ ട്രിപ്പ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് നമുക്ക് ഗെയിം പ്ലേയുടെ ഒരു ഗ്രാഫിക്സ് ക്വാളിറ്റി ഇങ്ങനെ കാണിച്ചു തരാം. അപ്പം നമ്മൾ ഗെയിമിൽ എൻ്റർ ആകുമ്പോൾ ഇങ്ങനെയാണ്. എനിക്ക് പിന്നെയും കുറച്ചുകൂടി ഷാഡോസും നമ്മുടെ റോഡ് റിഫ്ലക്ഷൻസും എല്ലാം കൂടെ ഒരു വണ്ടിയുടെ ഗ്രാഫിക്സ് ആണെങ്കിലും കുറച്ചുകൂടി ഒരു ടോട്ടലി ഓവറോൾ ഒരു ഗ്രാഫിക്സ് നമ്മുടെ ട്രക്ക് സൈഡിൻ്റെ അകത്താണ് പിന്നെയും ഉള്ളതെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ 2 ഗെയിമും കളിച്ച് നോക്കിക്കൊണ്ട് പറയുകയാണ്. പിന്നെ ട്രക്സിലാണ് കുറച്ചുകൂടി ഗ്രാഫിക്സിൽ നല്ലത്. പക്ഷേ ഇത് ഏകദേശം നമ്മുടെ ഒറിജിനൽ ട്രക്സൊക്കെ പോലെയാണ്. സ്പീഡൊക്കെ വളരെ കുറച്ച് പോവുള്ളൂ. വണ്ടിക്ക് ആക്സലറേഷൻ കാര്യങ്ങളൊക്കെ കുറവാണ്. പിന്നെ ഞാൻ ലൈറ്റായിട്ട് സ്പീഡ് കൂട്ടിയിട്ടുണ്ട് വണ്ടിക്ക്. നമ്മുടെ ഈ ഒരു ടാറ്റ ഏസ് മോഡൽ നമ്മുടെ ഈ മിനി ടെമ്പോയ്ക്ക് കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ജസ്റ്റ് 95 വരെ നമുക്ക് സ്പീഡും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് വീഡിയോയ്ക്ക് സ്പീഡും കാര്യങ്ങളൊക്കെ കൂട്ടിയിട്ടുണ്ട്. ഗൈസ്, ഇപ്പോൾ നമ്മുടെ ഫസ്റ്റ് ടാസ്ക് എന്തുവാന്ന് വെച്ചാൽ, നമ്മൾ ആദ്യം നമ്മുടെ ഡെസ്റ്റിനേഷൻ നമ്മൾ വണ്ടി പുറത്തിറക്കിയിട്ട് നമ്മുടെ കാർഗോ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോകണം. കാർഗോ എടുത്തിട്ട് ഇപ്പോൾ നമ്മൾ സാൻഡ് കാർഗോ ആണ് എടുക്കാൻ പോകുന്നത്. സാൻഡ് റോഡ് എടുത്തു കഴിഞ്ഞിട്ട് അത് നമ്മൾ നേരെ ഡ്രോപ്പ് പോയിന്റിൽ കൊണ്ടുപോയിട്ട് വെക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ടാസ്കും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മുടെ ലോഡും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെയാണ് നമ്മുടെ ലോഡും കാര്യങ്ങളൊക്കെ ഉള്ളത്. ട്രക്ക് ഗെയിംസൊക്കെ ഇഷ്ടപ്പെടുന്ന വ്യക്തികൾക്ക് ഇത് നല്ല ഇഷ്ടപ്പെടുന്ന ഗെയിം ഓപ്ഷൻ ആയിരിക്കും. ഇതിനകത്ത് നമുക്ക് മോഡ് വെഹിക്കിൾസ് ഒന്നും കയറ്റാൻ പറ്റില്ല. അതിനുള്ള ഓപ്ഷനൊന്നും ഞാൻ കണ്ടില്ല. അതിനി നമ്മൾ മുന്നോട്ട് കുറച്ച് കളിച്ച് കഴിയുമ്പോൾ അത് മാറുമെന്ന് എനിക്കറിയില്ല. ഇതിൻ്റെ ഫസ്റ്റ് ഗെയിം പ്ലേ ആണ്. അതുകൊണ്ട് ആ ഒരു ഐസിൻ്റെ ഒരു ബ്ലിങ്കിങ് ആനിമേഷൻ എനിക്കുള്ളത് എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു. അത് കൊള്ളാം. എന്തായാലും നല്ലൊരു പരിപാടിയായിട്ട് എനിക്ക് തോന്നി. ഗൈസ്, ഇപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് നമ്മൾ ഈ ട്രക്ക് സൈഡിനെ കുറിച്ച് പറയാനുള്ള എൻ്റെ ഒരു യൂസർ റിവ്യൂ. അപ്പോൾ ഇതിൽ ആദ്യം നമുക്ക് ഡേ ലൈറ്റ് കാണിക്കും, പിന്നെ പെട്ടെന്ന് മഴ വരും, അത് കഴിഞ്ഞ് ഉടനെ നൈറ്റ് ആവും. പെട്ടെന്നാണ് നമ്മുടെ ഈ നമ്മുടെ ഈ ഡെയിലി റുട്ടീനൊക്കെ പോകുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് ഓടി കഴിഞ്ഞിട്ട് നേരെ നമുക്ക് പെട്ടെന്ന് ചെറിയ മാപ്പാണെങ്കിൽ പെട്ടെന്ന് നമ്മുടെ ഡ്രോപ്പ് പോയിന്റിലെത്തും. അപ്പോൾ ഇങ്ങനെ വരുന്നിടത്ത് കൊണ്ടുപോയിട്ട് നമ്മുടെ ലോഡും കാര്യങ്ങളൊക്കെ ഇറക്കുക. അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ ഒരു യൂസർ എക്സ്പീരിയൻസിൽ ട്രക്ക് സൈഡിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നിങ്ങളിത് കണ്ടു നോക്കിയിട്ട് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഗെയിം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.